മക്കൾസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. മക്കളെ, നമ്മുടെ ഓണപരീക്ഷയിൽ നിർബന്ധമായിട്ടും 100% ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. നമ്മൾ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ അപവർത്തനം എന്നുള്ള ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പൊ ഇതിനോട് ചേർന്നിട്ട് ഇതിന്റെ കൺസെപ്റ്റും അതേപോലെ ഇതിനോട് ചേർന്നിട്ടുള്ള ചോദ്യവും പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ? ഞാൻ റെഡിയാണ്. നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാനും റെഡിയാണ്. അങ്ങനെ നമ്മൾ സമയം കളയുന്നില്ല. ഞാൻ പറയുന്ന വാക്കുകളിലേക്കും സ്ക്രീനിലേക്കും മാത്രമായിരിക്കട്ടെ ശ്രദ്ധ. ഞാൻ എല്ലാവരും ആവാഹിച്ചെടുക്കണം. ഓക്കെ, ഇനി നമ്മൾ സമയം കളയുന്നില്ല. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് ഇത് ഷുവറാണ് കേട്ടോ. അപ്പം ഞാൻ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ആ പേര് ഇതാണ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഈ പേര് തന്നെ അടങ്ങിയിട്ടുണ്ടെന്നാണ് മുഴുവനായിട്ട് ഉള്ളിലേക്ക് തന്നെ പ്രതിഫലിക്കുക, അല്ലേ? അതാണ് പൂർണ്ണ ആന്തര പ്രതിപതനം. അപ്പം ഞാനൊരു ചിത്രം വെറുതെ കാണിച്ചു തരാം. ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, ആ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു ലേസർ ടോർച്ച് അടിച്ചപ്പോൾ എന്ത് ചെയ്തു? ലൈറ്റ് വന്നിട്ട് ശരിക്കും ഇങ്ങനെ പോകണം. പക്ഷെ അവിടെ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. എന്താ സംഭവിക്കുന്നത്? ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് ഇതിന്റെ സർഫസ് ഏരിയയിലൂടെ, ഉപരിതലത്തിലൂടെയാണ് പോകുന്നത്. ചില സന്ദർഭങ്ങളിൽ അങ്ങനെ വരും. അപ്പൊ ആ ചിത്രത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഞാൻ വേറെ ചിത്രങ്ങളൊക്കെ കാണിച്ചു തരാം. ഇനി രണ്ടാമത്തെ വീണ്ടും ഒരു ലൈറ്റ് അടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഈ സർഫസിലൂടെ, ഉപരിതലത്തിലൂടെ പോകുന്നതിന് പകരം അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പൊ ഞാൻ ഇതിന്റെ വേറൊരു ടൈപ്പ് ഫിഗർ ഞാൻ കാണിച്ചു തരാം. നമ്മളെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു എക്സ്പെരിമെന്റ് ആയിട്ടൊക്കെ കൊടുത്തു. ഒരു സെമി സർക്കുലർ ഗ്ലാസ് ലാബൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ആരും കപലപ്പെടാതെ ഇവിടെ ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ ചിത്രം എന്താണ്? ഒരു സെമി സർക്കുലർ ആയിട്ടുള്ള ഒരു ഗ്ലാസിന്റെ കഷ്ണം എടുത്തു. ഇവിടുന്ന് ഒരു ലൈറ്റ് അടിച്ചപ്പോൾ ഇതാ ഇങ്ങനെ പോയി. അങ്ങനെയെങ്കിൽ ഈ ചിത്രത്തിന് നോക്കിയിട്ട് നിങ്ങൾ എന്ത് പറയണം? താഴെ കൊടുത്തിട്ടുണ്ട് റിഫ്രാക്ഷൻ, അപവർത്തനം. ആദ്യത്തെ ചിത്രം കാണുമ്പോൾ നിങ്ങൾ എന്ത് വന്നണം? ഇത് അപവർത്തനാണെന്ന് പറയാൻ പറ്റണം. അത്രേ ഉള്ളൂ. ഇനി അപ്പൊ ഇവിടെയുള്ള ഈ കോണിനെ നമ്മൾ പതനക്കോൺ എന്ന് പറയാം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. ഈ കോണിനെ നമ്മൾ അപവർത്തന കോൺ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയും. രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കി. ഇവിടുത്തെ കോണിനേക്കാൾ കുറച്ച് കൂടിയ അളവിൽ ലൈറ്റ് വന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? ഇതിന്റെ സർഫസിലൂടെ, ഉപരിതലത്തിലൂടെ പോകുന്നു. ഇങ്ങനെ ഒരു ചിത്രം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മക്കൾ അതിന് താഴെ എന്ത് കൊടുത്തിട്ടുണ്ട്? ക്രിട്ടിക്കൽ ആംഗിൾ, ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നു. ഈ 3 ചിത്രങ്ങളാണ് നിങ്ങൾ ശരിക്കും പഠിക്കേണ്ടത്. ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കും ചെയ്യാം. അപ്പൊ രണ്ടാമത്തെ ഈ ഒരു ചിത്രം നോക്കൂ. ഒരു പ്രത്യേക ആംഗിളിൽ ലൈറ്റ് വന്നപ്പോൾ ഇത് അതിന്റെ സർഫസിലൂടെ, അപവർത്തന രശ്മി എതിലൂടെ പോയി? ഉപരിതലത്തിലൂടെ, സർഫസിലൂടെ പോയി. അങ്ങനെയെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയിരിക്കും, അപവർത്തന കോൺ 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള കോണിനെ നമ്മൾ ക്രിട്ടിക്കൽ കോൺ C എന്ന് പറയാ. അത് ഗ്ലാസ് ആണെങ്കിൽ 48 ഡിഗ്രി ആയിരിക്കും. 48.6 ഡിഗ്രിയാണ് വെള്ളം, ഗ്ലാസ് അല്ല. ഗ്ലാസ് ആണെങ്കിൽ 42 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. അതൊക്കെ ഞാൻ ചിത്രം കാണിച്ചു തരാം. ഇനി ഈ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ അളവിൽ ലൈറ്റ് വന്നാൽ അത് അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഇതിനെയാണ് നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയാം, പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയാം. എന്താ പറയാ? പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ നേരത്തെ ക്രിട്ടിക്കൽ കോണും ക്രിട്ടിക്കൽ ആംഗിൾ എന്നൊക്കെ പറഞ്ഞില്ലേ? വെള്ളത്തിന്റെ ആണെങ്കിൽ വെള്ളത്തിലെ ഒരു പതനക്കോൺ, അതായത് C എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ കോൺ 48.6 ഡിഗ്രി ലൈറ്റ് വന്നാൽ മക്കളെ അത് ഇങ്ങനെ തന്നെ പോവുള്ളൂ. അപ്പൊ ഇവിടെയുള്ള ആംഗിൾ 90 ഡിഗ്രി മാറും. ഇതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയാം. നമുക്കാകെ 2 പഠിക്കാനുള്ളൂ, ഒന്ന് വാട്ടറും മറ്റൊന്ന് ഗ്ലാസും. ഇനി ഗ്ലാസ്സിലാണെങ്കിൽ എന്താ സംഭവിക്കുക? 42 ഡിഗ്രിയിൽ വന്നാൽ ഇതാ ഇങ്ങനെ പോവും. ഇതാണ് 90 ഡിഗ്രി. അപ്പൊ ഇവിടെ 90 ഡിഗ്രി. ഈ 2 ചിത്രം നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. ഇതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നതിന് മുന്നേയുള്ള ക്രിട്ടിക്കൽ കോൺ എന്നൊക്കെ പറയാം. ഇങ്ങനെ കേട്ട് കൺഫ്യൂഷൻ ആണ്. ഇങ്ങനെ ചിത്രം കണ്ടാൽ ഓർത്തു വയ്ക്കുക, അത് ക്രിട്ടിക്കൽ ആംഗിളിന്റെ ചിത്രമാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആകുമ്പോൾ എന്താ സംഭവിക്കുക? ലൈറ്റ് വന്നിട്ട് അതേ മീഡിയത്തിലേക്ക് തന്നെ വരുന്നു. ഇവിടെയും ലൈറ്റ് വന്നിട്ട് അതേ മീഡിയത്തിലേക്ക് തന്നെ വരുന്നു. ഇതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയാം. അപ്പൊ ഇവിടെ ഞാൻ 51 ഡിഗ്രി, ഇവിടെ 44 ഡിഗ്രിയാണ് കൊടുത്താൽ എന്താന്ന് ചോദിച്ചാൽ ഇവിടെ 48.6 ഡിഗ്രിയാണ്. ഇതിനേക്കാൾ കൂടിയ അളവിൽ ഇപ്പോൾ ഒരു 50 ഡിഗ്രി അല്ലെങ്കിൽ 49 ഡിഗ്രിയൊക്കെ വന്നാൽ ഇങ്ങനെ സംഭവിക്കും. ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ 42 ഡിഗ്രിയാണ്. അതിനേക്കാൾ കൂടിയ അളവിൽ ലൈറ്റ് വന്നാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ 43 ഡിഗ്രി വന്നാൽ അത് അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ ഇത് നിങ്ങൾ ശരിക്കും പഠിച്ചു വെക്കണം. ഞാൻ ഒരു ചെറിയ സിമ്പിളായിട്ടൊരു വീഡിയോ നിങ്ങൾ കാണിച്ചു തരാം. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ സിമ്പിളായിട്ട് പഠിക്കുക. ഇതാ നോക്കിക്കോളൂ. എന്താണ് ഈ വീഡിയോയിൽ കൊടുക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഒരു ഗ്ലാസ് ലാബ്, ഒരു സെമി സർക്കുലർ ആയിട്ടുള്ള ഒരു ഗ്ലാസിന്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ലൈറ്റ് അടിക്കുന്നു.
ലംബമായിട്ട് നോർമലായിട്ട് അടിച്ചാൽ അതിന് യാതൊരു ഡീവിയേഷൻ സംഭവിക്കില്ല. ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, പതനക്കോൺ ഇങ്ങനെ കൂടുന്നതനുസരിച്ച് മുകൾ ഭാഗത്തേക്ക് നോക്കുക, അപവർത്തന കോൺ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇങ്ങനെ കൂടി കൂടി വരുന്നു. അങ്ങനെ പതനക്കോൺ ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കുക. ഒരു പ്രത്യേക ആംഗിളിലെത്തുമ്പോൾ ഇപ്പോൾ അവിടെ അപവർത്തന കോൺ കൂടി കൂടി വരുന്നു. ഇനി അങ്ങനെ ഒരു ഏകദേശം ഒരു 42 ഡിഗ്രി എത്തുമ്പോൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ, 42 ഡിഗ്രി എത്തുമ്പോൾ അതിൻ്റെ സർഫസിലൂടെ പോകും. പിന്നെ 42 ഡിഗ്രിയേക്കാൾ കൂടിയ അളവിൽ ലൈറ്റ് കൊടുത്താൽ അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു വരും. ഇതാണ് നമ്മളെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇപ്പൊ ഈ ചിത്രത്തിലേക്ക് നോക്കൂ, ദാ ഇപ്പോ ക്രിട്ടിക്കൽ കോണായി മാറും. ദാ ക്രിട്ടിക്കൽ കോൺ കഴിഞ്ഞാൽ പിന്നെ എന്തായി, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആയി മാറി. ദാ കണ്ടോ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ശരിക്കൊന്ന് മനസ്സിലാക്കി വെച്ചാൽ, അപ്പോൾ ഇതാണ് നമ്മളെ ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതി, അത്ര ഉള്ളൂ. അതാണ് ഞാൻ ഈ 2 ചിത്രങ്ങളും ഞങ്ങൾക്ക് കാണിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ കൂടി ഓർത്ത് വയ്ക്കണം. എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ? വെൻ എ റേ ഓഫ് ലൈറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം, എന്ത് സംഭവിക്കുന്നു? ദ റേ ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു സെയിം മീഡിയം, അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്നാണ്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതേ മാധ്യമത്തിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു? തിരിച്ചു വരുന്നതിന് നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയാം. സാധാരണ രീതിയിൽ എപ്പോഴും എന്ത് ചെയ്യുന്നു, ഇത് പരീക്ഷയ്ക്ക് ഒരു ഡെഫിനിഷൻ ചോദിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അവിടെ ഒരു സ്റ്റാർ മാർക്ക് ഇട്ടിട്ട് നിർബന്ധമായിട്ട് പഠിക്കണം. ഇനി ക്രിട്ടിക്കൽ കോൺ എന്ന് പറഞ്ഞാൽ ദ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് അറ്റ് വിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ബിക്കം 90. നമുക്കറിയാം എങ്ങനെ ചിത്രം വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രി ആയി മാറുന്നു. അപ്പോൾ എപ്പോഴാണോ അപവർത്തന കോൺ 90 ഡിഗ്രി ആവുന്നത്, ആ സമയത്തുള്ള ഇൻസിഡന്റ് ആംഗിളിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയാം. അപ്പോൾ ദ ക്രിട്ടിക്കൽ ആംഗിൾ ഇൻ വാട്ടർ എന്ന് പറഞ്ഞാൽ 48.6 ഡിഗ്രിയും ഗ്ലാസ് ആണെങ്കിൽ എത്രയാണ്? 42 ഡിഗ്രിയും. അതും നിങ്ങൾ പഠിച്ചു വെക്കണം. അപവർത്തന കോൺ 90 ഡിഗ്രി ആവുന്ന സന്ദർഭത്തിലെ പതന കോണാണ് ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത്. ജലത്തിലെ ക്രിട്ടിക്കൽ കോൺ എന്ന് പറഞ്ഞാൽ 48.6 ഡിഗ്രിയും ഗ്ലാസ്സിലാണെങ്കിൽ 42 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എൻ്റെ മക്കളെ, അപ്പോൾ ഇതും എന്താണ്, ഞാൻ സ്റ്റാർ മാർക്ക് കൊടുക്കും. ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക്. ഇത് രണ്ടും സാധാരണ എപ്പോഴും എന്ത് ചെയ്യും, ആ ഒരു ഡെഫിനിഷൻ എഴുതാൻ വരാറുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. എടാ പഠിക്കൂലടാ, ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ കുറിച്ച് ലെങ്ത് കൂടിയാൽ നിങ്ങൾ മടി കാണിക്കുന്നത്, നിർബന്ധമായിട്ട് കേട്ട് പഠിക്കണം. അങ്ങനെയെങ്കിൽ കണ്ടീഷൻ ഫോർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, അതായത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് 2 കണ്ടീഷൻ വേണം. ഒന്നാമത്തെ കണ്ടീഷൻ, ദ ലൈറ്റ് റേ ഷുഡ് പാസസ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയർ മീഡിയം. എപ്പോഴും പ്രകാശം സഞ്ചരിക്കേണ്ടത് ഡെൻസർ മീഡിയം, സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞതിലേക്കാണ് വരേണ്ടത്. അപ്പോൾ അത് ഒന്നാമതൊരു കാര്യമാണ്. രണ്ടാമത്തെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കണ്ടില്ലേ, ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയിരിക്കണം. ഇപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ 42 ഡിഗ്രിയാണ്, അതിനേക്കാൾ കൂടുതൽ ഒരു 43 ഡിഗ്രി വന്നാൽ പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുക. അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ പ്രകാശ സാന്ദ്രതയെ കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞതിലായിരിക്കണം, പതനക്കോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കണം. അപ്പോൾ ഈ 2 കണ്ടീഷൻ ഇത് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തു എന്നുള്ളൂ. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും പഠിച്ചു വെക്കണം, മറന്നു വെക്കണം, ഓർത്ത് വെക്കണം, മടി കാണിക്കരുത്. അങ്ങനെയെങ്കിൽ നമുക്കൊരു ചെറിയൊരു ചോദ്യം എന്താണ്, വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ്? നിങ്ങൾക്ക് എന്നെ പറയാൻ പറ്റും, എത്രയാണ്? 42 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം, ഈ ചിത്രത്തിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? ഫിഗർ 1 എന്ന് പറഞ്ഞാൽ റിഫ്രാക്ഷൻ ആണ്, അപവർത്തനം. ഫിഗർ 2 എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ കോൺ. ദ സർഫസ് ഏരിയയിലൂടെ പോവുകയാണെങ്കിൽ ഇതാണ് ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത്. ഇനി ഇതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു വേണമെങ്കിൽ ഇത് ഏതായി? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ടെക്സ്റ്റ് ബുക്കിനകത്ത് എടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണാന്തര പ്രതിഫലനം സംഭവിക്കുന്ന ചിത്രങ്ങൾ ഇതിൽ ഏതൊക്കെയെന്നാണ്. അപ്പോൾ 2 ചിത്രങ്ങൾ നോക്കുക. ഇങ്ങനെ വന്നാൽ ക്രിട്ടിക്കൽ ആംഗിൾ ആണ്, ദാ ഇങ്ങനെ വന്നാൽ ക്രിട്ടിക്കൽ ആംഗിൾ, ഇത് റിഫ്രാക്ഷൻ ആണ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു. അപ്പോൾ ഈ 2 ചിത്രങ്ങൾ ശ്രദ്ധിക്കുക. വെള്ളത്തിൻ്റെ ഇവിടെ 51 കൊടുത്തിട്ടുണ്ട്, ഗ്ലാസിൻ്റെ ഇവിടെ 44. അങ്ങനെയാണെങ്കിൽ ശരിയാണ്. ചിലപ്പോൾ 42 എന്ന് കൊടുത്തിട്ട് ചിലപ്പോൾ താഴത്തേക്ക് തന്നെ കൊടുക്കും. അപ്പോൾ താഴത്തേക്ക് വന്ന കംപ്ലീറ്റ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ല, ആ ആംഗിളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ അപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇതിനെ ബേസ് ചെയ്തിട്ട് ഇത്രയും ചോദ്യമാണ് സാധാരണ പരീക്ഷകർ. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ അപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു വെച്ചാൽ ഒപ്റ്റിക് ഫൈബർ അല്ലേ, ഒപ്റ്റിക് ഫൈബർ, കേബിൾ ടി വിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒപ്റ്റിക് ഫൈബറുകൾ, കമ്മ്യൂണിക്കേഷൻ അല്ലേ, വാർത്താവിനിമയത്തിനൊക്കെ നമ്മളിപ്പോൾ ഒപ്റ്റിക് ഫൈബർ ഉപയോഗിക്കുന്നു. ഡയമണ്ടിൻ്റെ തിളക്കത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. എൻഡോസ്കോപ്പ്, അതായത് നമ്മൾ വയറിൻ്റെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എൻഡോസ്കോപ്പ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ വാഹനങ്ങളുടെയൊക്കെ ടെയിൽ ലാമ്പ്, ബാക്ക് ലൈറ്റ് ലൈറ്റ് ആയിട്ട് അങ്ങനെ തിളങ്ങും അല്ലേ, ബ്രേക്ക് ലൈറ്റ് എന്നൊക്കെ പറയും. അതേപോലെ തന്നെ പെരിസ്കോപ്പ്, ഇത്രയും കാര്യങ്ങൾ ഓർത്തേക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു,
അതിൻ്റെ ചെറിയൊരു വീഡിയോ കാണിച്ചു തന്നു, പിന്നെ അതിൻ്റെ 2 ഡെഫിനിഷൻ പഠിച്ചു, പ്ലസ് അതോടൊപ്പം അതിനോട് ചോദിക്കാൻ സാധ്യതയുള്ള കുറേ ചിത്രങ്ങളും കാണിച്ചു, പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 2-3-4 ടൈപ്പ് ചോദ്യങ്ങളും. ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റായി പഠിച്ചാൽ പിന്നെ ഒരു പേടിയും പഠിക്കേണ്ട. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഈ ഒറ്റയ്ക്കിരുന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മക്കൾ ഒരു മടിയും കാണിക്കേണ്ട. പെട്ടെന്ന് നമ്മളെ നിഞ്ച 2.0 ഓണായി കിടക്കുന്നുണ്ട്. പരീക്ഷൻ്റെ മുന്നേ ഓഗസ്റ്റ് 13 നമ്മൾ എക്സാം തുടങ്ങുന്നത്. ആ എക്സാമിൻ്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, എല്ലാവരും പെട്ടെന്ന് ചാപ്റ്ററൊക്കെ പഠിച്ച് സെറ്റാക്കണം. അപ്പോൾ എല്ലാവരും മടി കാണിക്കാതെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. ഇപ്പം മൺസൂൺ ഓഫർ ഉണ്ട്, അപ്പോൾ ആ ഒരു ഓഫറിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കൂടാതെ ഞാൻ ഇന്നിപ്പോൾ പഠിച്ച ഇത്രയും ഏരിയ ഉണ്ടല്ലോ, ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഫുൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഇത് പഠിച്ച ഒരാൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുണ്ടോ നോക്കണം. റെഡിയാണോ? അങ്ങനെയെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഓക്കേടാ, ടാറ്റാ ബൈ.